ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സാറ്റർഡേ തൊട്ട് ഒരു ഫ്ലാഷ് സെയിൽ നടത്തുന്നുണ്ടായിരുന്നല്ലേ. ലോട്ടസിൻ്റെ മാല നല്ല അടിപൊളിയായിട്ട് പോയി. നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് നല്ലൊരു ഫ്ലാഷ് സെയിൽ തന്നെയായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ രണ്ടാമത് ലോഞ്ച് ചെയ്തതാണ് ട്രഡീഷണൽ മാലകളും കുറച്ച് ഇൻവിസിബിൾ മാലകളൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് കാണും, സൗണ്ടിൻ്റെയൊക്കെ. അപ്പുറത്തെ വീട്ടിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ സൗണ്ടുകൾ തുടങ്ങി. വലിയ പ്രശ്നങ്ങൾ കാണില്ല എന്ന് ഞാൻ വിചാരിക്കണു. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ വലിയ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്ന ഓട്ടോകളായി ബുള്ളറ്റുകളായി എനിക്കൊന്നു കേരളത്തിൽ മൊത്തമുള്ള സൗണ്ടുള്ള ബൈക്കുകളൊക്കെ ഈ വഴിയിൽ ആ ഒരു സമയത്ത് പോവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ 2 ദിവസങ്ങളിലായിട്ട് ഫ്ലാഷ് സെയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലോട്ടസിൻ്റെ മാലയായിരുന്നു. അത് വലിയ പ്രശ്നമൊന്നുമല്ല, അടിപൊളിയായിട്ട് പോയെന്നുള്ള, വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പോയെന്നാണ് പറയാൻ വന്നത്. വളരെ കാര്യമായിട്ട് നമ്മളത് സെല്ല് ചെയ്തു, ഭയങ്കര റെസ്പോൺസായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 2 ദിവസം കഴിഞ്ഞപ്പം ട്രഡീഷണൽ മാലകൾ കൊണ്ടുവന്നു കേട്ടോ. സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ മാലകൾ കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ട്രഡീഷണൽ മാലകളായാലും ഇൻവിസിബിൾ തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സിമ്പിളായിട്ടുള്ള ഇൻവിസിബിൾ മാല കാണിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ആൾക്കാർ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ വരികയെന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഓട്ടോ ഡബ് ചെയ്ത് ഇംഗ്ലീഷിലൊക്കെയാണ് പോണത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ടീമുമായിട്ട് സംസാരിച്ചപ്പം കുറച്ച് ചാനലുകൾക്ക് ഓട്ടോ ഡബ്ബിങ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു എൻ്റെ ചാനലും. അപ്പം കുറച്ച് പേര് പറഞ്ഞു വേറെ കുറേ മലയാളം ചാനലിലും അങ്ങനെ കണ്ടു എന്നുള്ളത്. പിന്നെ സെറ്റിങ്സിൽ പോയി അതായത് അവർ തന്നെ ഓണാക്കിയതാണ് ഓട്ടോ ഡബ്ബിങ്, ടിക്കറ്റ് കൊടുത്തേക്കായിരുന്നു. അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ വരുമ്പോൾ അറിയാം. എനിക്ക് 2 ദിവസം അത് വന്നതോടുകൂടി എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് സഹിതം പോയി എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് റീസൺ അറിയുന്നത്. അപ്പോൾ ഇപ്പോഴും കുറേ പേര് ട്രഡീഷണൽ മാലകൾ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂ നാഗപടം നമ്മുടെ കയ്യിൽ ഇനി ഉണ്ടാവില്ല, സ്റ്റോക്ക് ഔട്ടായി. കാരണം ബ്ലൂവിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ബ്ലൂ മെറൂൺ അങ്ങനെ, ബ്ലൂവും മെറൂണും അല്ല, ബ്ലൂവും ഗ്രീനും ഭയങ്കര എൻക്വയറീസ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയ ഈ കേരളത്തിലുള്ള എല്ലാ വണ്ടികളും ഈ റോഡിൽ കൂടെ മാത്രമേ പോകുള്ളൂ, എന്താണെന്നറിയില്ല. അപ്പോൾ ദേ ആദ്യത്തെ ഒരു നാഗപടം ഇതുണ്ടോ, ഇതൊക്കെ ഇൻവിസിബിൾ ചെയിനാണ്. ഇതൊന്നും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകളല്ല കേട്ടോ. ഇന്നലെ തൊട്ടാണ് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നത്. കുറേ പേർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നലെ കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട്സ് വന്നത് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ഇത് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ട് കിട്ടുന്ന മാലകളാണ്. ഇതാണ് ഇൻവിസിബിളാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ മാലകൾ കൊടുക്കുന്നത്. ഓണം പ്രമാണിച്ച് ലോഞ്ച് ചെയ്തത് ഒരു ഇൻവിസിബിൾ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഉള്ള അവൈലബിൾ കളർ എന്ന് പറയുന്നത് മെറൂണും ഗ്രീനുമാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് കാണിക്കാനല്ല വന്നത്, പക്ഷെ ബോക്സ് തുറന്ന വഴിക്ക് ആ ഒരു സാധനമാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ മിസ്സായി പോയത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണോ എന്നറിയില്ല. കാരണം നമ്മൾ കൂടുതലും അതിനെ ട്രഡീഷണലായിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഇൻവിസിബിൾ മാല. ഇത് വൈറ്റിൽ വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്, റെഡിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു ഇതാണ് അതിൻ്റെ ഡ്രോപ്സ് വരിക. നല്ലൊരു ഇൻവിസിബിൾ മാലയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. റെഡ്, ബ്ലാക്ക്, വൈറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ്, വേറൊരു ഷേപ്പും കൂടെ ഉണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ അത്ര ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നമ്മൾ ഈ ഒരു ഷേപ്പ് കാണിക്കാനും ഈ ഷേപ്പ് കാണിച്ചിട്ടില്ല ആക്ച്വലി. ഞാൻ കാണിക്കാം കേട്ടോ. നമ്മൾ ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓരോ പാക്കറ്റിലാക്കി നമ്മളത് വെച്ചിരിക്കുകയാണ്. കാരണം ഹെവി നമ്മൾ ബൾക്ക് ഓർഡറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ലോക്കറ്റ് വരുന്നത് ഹാർഡ് ഷേപ്പിലാണ് കേട്ടോ. ലോക്കറ്റേക്ക് അല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള. ഇതിന് 250 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ട്രഡീഷണൽ എല്ലാം 200 റുപ്പീസും ഇതിനെല്ലാം 250 റുപ്പീസുമാണ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ.
അപ്പം 2 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് മേടിച്ചവർക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ലോട്ടസ് കിട്ടിയവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ. ഇനിയും ട്രഡീഷണൽ ആൾക്കാരുടെ അടുത്ത് എത്താൻ പോണതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇന്നലെയും ഇന്നുമായിട്ട് ഡിസ്പാച്ച് ചെയ്യുള്ളൂ അത്. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇൻവിസിബിൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എ ഡിയിലൊക്കെ ഇൻവിസിബിൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, എ ഡിയിൽ ഇൻവിസിബിൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ലോഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇൻവിസിബിൾ തന്നെ കുറച്ച് ലോങ് ആയിട്ട് വന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഭയങ്കര അഭിപ്രായമായിരുന്നു ഇതിനെപ്പറ്റി. കിട്ടിയവർക്കും നല്ല അഭിപ്രായമാണ്. ഞാൻ ഈ കുമ്പിട്ട് നിൽക്കുന്നത് ഈ സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റേ ഇത് കേട്ടോ, നമ്മളത് വളരെ സെക്യൂറായിട്ട് വെച്ചിരിക്കുന്നതാണ്. സോ സൂക്ഷിച്ചും കണ്ടും എടുക്കണം. പിന്നെ വന്നതാണ് കുറച്ച് ഹെവി ലോക്കറ്റിൽ ഇങ്ങനെ ഗ്രീൻ ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ സ്റ്റഡുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ അത് വിട്ടു പോയതാണ്. പക്ഷെ കൊറിയർ ചെയ്തവർക്കൊക്കെ ഈ ഒരു സ്റ്റഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ നല്ല ഭംഗിയുള്ള മാലയും സ്റ്റഡുമാണ് കേട്ടോ. ഇതിന് 450 റുപ്പീസാണ് വരിക. നമ്മൾ ലോക്കറ്റ് കുറച്ച് ഹെവിയാണ്. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. എനിവേ അടിപൊളി സാധനമാണ്, മിസ്സാക്കണ്ട. ഹെവി 2 ടൈപ്പ് നമ്മൾ ഇൻവിസിബിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു റെഡിൽ വരുന്നുണ്ടായിരുന്നു, റെഡ് സ്റ്റോക്ക് ഔട്ടായി. റെഡ് അധികം അല്ല, റെഡ് നമ്മൾ അധികം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രീൻ എടുക്കുന്നുണ്ടായിരുന്നു. ഗ്രീനായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി നമുക്ക് വന്നത്. പിന്നെ ഇത് ട്രഡീഷണൽ പാലക്കയാണ് കേട്ടോ. മെറൂൺ കളറിൽ വരുന്ന ട്രഡീഷണൽ പാലക്കയാണ്. ഒക്കെ വളരെ ഭംഗിയായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ചെയ്തവർക്കൊക്കെ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഡിസ്പാച്ച് ചെയ്തത് അവർക്കൊക്കെ വളരെ നല്ല റിവ്യൂ ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഇന്നലെ ഒരു എൻക്വയറി വന്നതാണ് കേട്ടോ. 3-4 മാല എടുത്തു. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ. മീൻസ് മലയാളികളാണ്, തമിഴ്നാട്ടിൽ പോയി സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ യൂട്യൂബിലിട്ട നമ്പറിൽ നിന്ന് തന്നെ എടുത്ത് മെസ്സേജ് അയച്ചിട്ടാണ് നിങ്ങൾ പ്രീപെയ്ഡ് ആണോ അതോ ക്യാഷ് ഉണ്ടോ? നമ്മൾ പ്രീപെയ്ഡ് ഓർഡേഴ്സ് എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. മീൻസ് നമ്മുടെ ഈ ഓർണമെൻറ്റ്സിൻ്റെ ഇതേ ബിസിനസ്. അപ്പം ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ കണ്ട നമ്പർ കണ്ടിട്ട് വന്നാണെങ്കിൽ അത് ഞാൻ തന്നെയാണ്, ഇതിൽ ഫേക്കൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു കൂട്ടത്തിൽ ഒരു ലക്ഷ്മിയുടെ ഇത് വരുന്നതുണ്ടായിരുന്നു, കോയിനിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇതിൽ. അതും അങ്ങനെ ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല. ഇതും നല്ല അടിപൊളി ഒരു മാലയാണ്. ഇതും ആ ട്രഡീഷണൽ ഇതിൽ കാണിച്ചതാണെങ്കിലും അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ നെക്കിലിട്ടിരുന്ന മാലയെക്കുറിച്ച് മാത്രമേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൂ. നമ്മളൊരു ക്ലോത്തിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു, അത് ആൾക്കാരുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു ലോട്ടസ് കണ്ടല്ലോ മാലാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞത് ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്ക് കാണിക്കാം. ലോട്ടസിൽ ഇൻവിസിബിൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു ഒറ്റ പീസ് ഇനി ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നമുക്കത് ബൾക്ക് സ്റ്റോക്ക് വരുത്തിക്കാൻ വന്നേ ഉള്ളൂ. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെട്ട ലോട്ടസ് ഇൻവിസിബിൾ ചെയിനാണ് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാം. ലോട്ടസ് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ പല കാര്യങ്ങളും റെഫർ ചെയ്യാറുണ്ട് സൈറ്റുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ബ്ലാക്കിൽ ഇതേ ഈ ഒരു ഷെയ്ഡ് വരും. ഞാനിനി സിപ്പ് ലോക്ക് പൊട്ടിക്കുന്നില്ല, നമ്മളിങ്ങനെ സെക്വയർ ആയിട്ട് ഓരോ സിപ്പ് ലോക്കിലും വെച്ചിരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഇനിയും ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ബ്ലാക്ക്, വൈറ്റ്, മെറൂൺ ആ ഒരു ഷെയ്ഡിലാണ് നമുക്കിപ്പോൾ ഇൻവിസിബിളിലൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതേ പച്ച പാലയ്ക്ക ഉണ്ട്. മെറൂൺ നമ്മൾ കണ്ടല്ലോ, നാഗപ്പടം നമ്മൾ പച്ചയിൽ കാണിച്ചില്ലല്ലേ, ഇതേ കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, ബുക്ക് ചെയ്യുക. നമ്മൾ പ്രീപെയ്ഡ് ഓർഡേഴ്സ് മാത്രമേ എടുക്കാറുള്ളൂ. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇതുവരെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എ ഡി സ്റ്റോണിൻ്റെ കളക്ഷൻസും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ നല്ല അടിപൊളി നെക്ലസ്സുകളും ഒരു 1299 ബിലോ ആണ് നമ്മുടെ കയ്യിൽ എ ഡി ഇപ്പം
എല്ലാം ഉള്ളത് കേട്ടോ. ഇതെല്ലാം ആൻറ്റി കളക്ഷൻസിൽ വരുന്ന ഇതാണ് കേട്ടോ. ഞാനും നമ്മളും ഇപ്പോൾ കാണിക്കുന്ന ഏഡിയുടെ നെക്ലസ്സുകൾ. അതല്ലാതെ ഗോൾഡ് പ്ലേറ്റഡും നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ വരുത്തിച്ചതുപോലെ അതൊന്ന് വരുത്തിച്ച് നോക്കിയതാണ്. കുറേയൊക്കെ നമുക്ക് പോയി. ഈ ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേർക്ക് അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഏഡിയൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെയും പറയാണ് 1299 ബിലോ ആണ് ഏഡി നെക്ലസ്സുകൾ നമ്മുടെ കയ്യിലിപ്പോൾ വരുന്നത്. ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് 1299 ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വാങ്ങിക്കാൻ ആഗ്രഹം കാണുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലി. അപ്പോൾ വേഗം നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, ഓർഡർ ചെയ്യുക. ട്രഡീഷണൽ വെയർ ഇനി വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. പിന്നെ പിങ്ക് ലോട്ടസ് ചോദിക്കുന്നവർക്ക് ഇനി ഒരു 4-5 പീസും കൂടെ ബാക്കിയുണ്ട്. ബ്ലാക്ക് 2-3 ഉണ്ട്. പിന്നെ നമ്മൾ ഹെവി ലോട്ടസും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.